സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് മോർണിംഗ് ആക്ടിവിറ്റി. ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് മത്സരാർത്ഥികളെല്ലാവരും കൂടെ വന്നിരുന്ന് മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം എല്ലാ മത്സരാർത്ഥികളും മനസ്സിൽ ആലോചിച്ചു ഒരാളുടെ പേര് തന്നെ. അതുപോലെ സേഫായിട്ട് ഗെയിം കളിക്കുന്നത്, അവിടെ നിന്ന് പോകണം, കുഴപ്പമൊന്നുമില്ലാതെ ബഹളമൊന്നും ഉണ്ടാക്കാതെ നിന്ന് പോകണം എന്ന് കരുതുന്ന ആളാരാണ്. അതുപോലെ നല്ല പ്ലെയർ ആയതാണ്. ഇവരൊക്കെ പറഞ്ഞ പേരുകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പം എല്ലാവരും ആദ്യമേ പറഞ്ഞ ഒറ്റ പേരേ ഉള്ളൂ. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന, മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ പേര്, അത് നമുക്കറിയാം. അവരെല്ലാവരും ഒറ്റ പേരെ പറയത്തുള്ളൂ. ഷാനവാഫ് അനീഷിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. സേഫായിട്ട് ഗെയിം കളിക്കുന്നത് ബിന്നിയുടെ പേരാണ് പറഞ്ഞത്. അതുപോലെ നല്ല പ്ലെയറായിട്ട് അക്ബറിനെയാണ് പറഞ്ഞത്. ശരത്ത് എന്ന് പറഞ്ഞത് അനീഷ്, ഷാരികയുടെ പേരാണ് സേഫായിട്ട് ഗെയിം കളിക്കുന്ന പേര് പറഞ്ഞത്. അക്ബറിൻ്റെ പേര് നല്ല ഗെയിമറായിട്ടും പറഞ്ഞു. അനീഷ് എന്ന് പറഞ്ഞത് ഷാനവാഫിനെയാണ് മനഃപൂർവ്വം ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തി. അതുപോലെ ശൈത്യാണ് സേഫായിട്ട് ഗെയിം കളിക്കുന്നത്. ജിഫയിലാണ് നല്ല പ്ലെയറായിട്ട് പറഞ്ഞത്. ഷാരിക എന്ന് പറയുന്ന അനീഷ്, അനുമോള് ഇവിടെ സേഫായിട്ട് ഗെയിം കളിക്കുന്നു. ബിന്നിയാണ് നല്ല പ്ലെയറായിട്ട് പറഞ്ഞത്. റെന എന്ന് പറഞ്ഞത് അനീഷ്, അനുമോള്, ബിന്നി, ഇങ്ങനെയാണ് പറഞ്ഞത്. അതുപോലെ അഭിലാഷ്, അനീഷ്, ശരത്ത്, അക്ബർ, ജിഫേൽ, അങ്ങനെ എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും പറഞ്ഞത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന അനീഷിൻ്റെ പേര് മാത്രമുണ്ട്. ഒരാൾ മാത്രമേ അത് അനീഷിൻ്റെ പേര് പറയാതിരുന്നുള്ളൂ. അയാൾക്ക് പറയാനും പറ്റത്തില്ലായിരുന്നു. കാരണം അത് അനീഷ് തന്നെയാണ്. അനീഷിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഷാനവാഫിൻ്റെ പേര് പറഞ്ഞു. സേഫായിട്ട് ഗെയിം കളിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അനിമോളുടെ പേരും നെവിൻ്റെ പേരുമാണ്. എനിക്ക് തോന്നുന്നു അനുമോള് സേഫായിട്ട് ഗെയിം കളിക്കുന്നു. അവിടുത്തെ പ്രേക്ഷകരെ സംബന്ധിച്ച് അതിലും ശൈത്യയൊക്കെ സേഫായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നുന്നു. നെബിനായാലും ശൈത്യയായാലും. പക്ഷേ അനുമോളുടെ പേര് എനിക്കത്ര ഇതല്ല. അനുമോൾ ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഇടപെടുന്നു, എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ ഇടപെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അനുമോളുടെ പേരാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. എനിക്കൊന്ന് ബിന്നി പോലും അധികം ഗെയിം കളിക്കുന്നില്ല അവിടെ. ഒത്തിരി സേഫായിട്ട് ഗെയിം കളിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കലാവും ഫരിക, ഇതൊക്കെ എന്ത് ഗെയിം കളിച്ചിട്ട. അനുമോളാണെങ്കിൽ അല്പമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവെങ്കിലും ചെയ്യുമെന്ന് പറയും. ബാക്കി ആരെയും കണ്ടുപിടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഏതായാലും അതുപോലെ രേണുഫുതി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. സേഫായിട്ട് ഗെയിം കളിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും പേര് പറയാതെ അനുമോളും നിവിനുമാണ്. അനുമോൾക്ക് ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട്. അനുമോള് 1, 2, 4 മിക്കവാറും എല്ലാവരും അനുമോളുടെ പേരാണ് പറഞ്ഞത്. അനീഷ് പറഞ്ഞത് സേഫായിട്ട് ഗെയിം കളിക്കുന്ന ശരത്തും അക്ബറുമാണ് പറഞ്ഞത്. പിന്നെ നല്ല പ്ലെയർ എനിക്ക് തോന്നുന്നു ജിഫേലിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അനീഷ് തുടങ്ങി വെച്ച ജിഫേലിൻ്റെ പേര്, അഭിലാഷ്, പിന്നെ അങ്ങനെ ഒത്തിരി പേര് ജിഫേലിൻ്റെ പേര് തന്നെയാണ് മികച്ച പ്ലെയറായിട്ട് പറഞ്ഞത്. പിന്നെ അക്ബറിൻ്റെ പേര് പറഞ്ഞവരുണ്ട്. അക്ബറിൻ്റെ പേര് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശരത്തിൻ്റെ പേര്, നോറ ആദിലൊക്കെ ശരത്തിൻ്റെ പേരാണ് പറഞ്ഞത്. അതുപോലെ അപ്പാനി ശരത്തിനെ പറഞ്ഞേക്കുന്നത് ബിന്നിയും പറഞ്ഞേക്കുന്നത് അപ്പാനി ശരത്തിനെ. എനിക്ക് തോന്നുന്നില്ല അപ്പാനി ശരത്തൊക്കെ എന്തോ പ്ലെയറിങ് അവിടെ കാഴ്ച വെക്കുന്നതെന്ന് യാതൊരു പിടിയില്ല. പിന്നെ അപ്പാനി ശരത്തിൻ്റെ പേര് ഇവരൊക്കെ എന്തിനാ ഫോപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കില്ലേ. അപ്പാനി ശരത്തിൻ്റെ പേരാണ് ഇവർ രണ്ടുപേര് പറഞ്ഞത്. പിന്നെ ഈ നമ്മുടെ ഇതിനകത്ത് എനിക്ക് തോന്നിയത് ഇവരെല്ലാം തന്നെ നേരത്തെ തന്നെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ അനീഷിൻ്റെ പേരും ഇവിടെ സേഫായിട്ട് ഗെയിം കളിക്കുന്ന അനിമോളുടെ അങ്ങനെയുള്ള രീതി തന്നെയാണ്. പ്രത്യേകിച്ച് അനിമോളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു. നെവിൻ വന്നിട്ടുണ്ട്. മികച്ച പ്ലെയർ ജിഫേലിൻ്റെയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. പക്ഷെ അനുമോൾ പറഞ്ഞത് വളരെ വ്യത്യസ്തമായ പേരാണ്. അനുമോളുടെ പറഞ്ഞത് മനഃപൂർവ്വം പ്രശ്നമാക്കുന്ന അനീഷ് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ മികച്ച പ്ലെയറായിട്ട് അനുമോൾ പറഞ്ഞ ഒരു പേര് എന്ന് പറയുന്ന അനീഷ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം അതൊക്കെ കറക്റ്റാണെന്ന് തോന്നുന്നു. അനുമോളുടെ ധാരണ തന്നെയാണ് കറക്റ്റെന്ന് തോന്നുന്നു. അവിടുത്തെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയും അനീഷ് തന്നെയാണ്. അവിടുത്തെ മികച്ച പ്ലെയറും അനീഷ് തന്നെയാണ് എന്നാണ് അനുമോൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഏകദേശം അതുതന്നെയായിരിക്കും എനിക്കും തോന്നുന്നത്. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ മികച്ച ഗെയിമറും കൂടെയാണ് അനീഷ്.
അനീഷ്. ഒരു ഗെയിമർ അല്ലായിരുന്നെങ്കിൽ യാതൊരുവിധ പരിചയമൊന്നുമില്ല, യാതൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് അനീഷ്. ആൾക്കാർ ഇത്രമേൽ സ്വീകരിക്കത്തില്ലല്ലോ അല്ലേ? ഈ അനീഷ് എന്ന് പേര് പറഞ്ഞാൽ തന്നെ എല്ലാവരും ഇപ്പം പറയും. അപ്പോൾ ആ അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ മികച്ച ഗെയിമറായിട്ട് തന്നെയാണ്. എനിക്കൊന്ന് രണ്ടാം സ്ഥാനത്ത് നമ്മൾ ഗെയിം കണ്ടത് അക്ബർ തന്നെയാണ് മികച്ച. അതുപോലെ ഷാനവാഫും മികച്ചൊരു മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത്. ഈ അപ്പാനി ശരത്തൊന്നും ഒരു ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എന്തൊക്കെയോ കിടന്ന് ജിഫയിലും വലിയ ഗെയിമറൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അക്ബറും നമ്മുടെ ഷാനവാഫ് പിന്നെ അനീഷ്, ഇവർ 3 പേരുടെ ഗെയിം തന്നെയാണ് മികച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയാരും അങ്ങനെ മികച്ച ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവരുടെ അഭിപ്രായം ഇവർ പറഞ്ഞു, നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുന്നില്ലേ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.